വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ് കേട്ടോ. പരീക്ഷ തിരക്കാണ്, പരീക്ഷ ചൂടാണ്. അയ്യോ എനിക്കത് പഠിക്കാനുണ്ടോ ഇത് പഠിക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നടക്കായിരിക്കും എന്റെ മക്കളെ. അപ്പൊ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യം ടീച്ചർ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തരാണ്. അപ്പൊ പൂർണ്ണമായിട്ടും നമുക്ക് എന്താണ് മുഴുവൻ കുറെ ക്വസ്റ്റ്യൻ പേപ്പറും ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ ടീച്ചർ ഒരു ചോദ്യം പറഞ്ഞു തരാം. ആ ചോദ്യം ഇതാണ്: ഉപന്യാസം അല്ലെങ്കിൽ ലഘു ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസം തയ്യാറാക്കുക. ദൈവമേ, ഒരുപാട് കുട്ടികൾ ടീച്ചറോട് ചോദിച്ച ഒരു ചോദ്യമാണ്. എങ്ങനെയാ ടീച്ചറെ ഉപന്യാസം തയ്യാറാക്കുക, എന്താ ടീച്ചറെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മള് ഒരു വിഷയം അല്ലെ, നമ്മള് പരീക്ഷയ്ക്ക് മുൻപ് വന്ന ഒരു വിഷയത്തെ കുറിച്ചാണ്. കാലം മാറുമ്പോൾ കോലവും മാറും എന്നാണല്ലോ ചൊല്ല്. പുഞ്ച കൊയ്തേ കളം നിറഞ്ഞേ എന്ന പാഠഭാഗത്ത് പഴയ കൃഷി രീതിയെ കുറിച്ചുള്ള സൂചനയുണ്ട്. ഇക്കാലത്ത് കൃഷി ഇറക്കുന്നതിലും കൊയ്തെടുക്കുന്നതിലും വിത്തുകളിലുമൊക്കെ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിരിക്കുന്നു. കാർഷിക രംഗത്ത് വന്ന ഇത്തരം മാറ്റങ്ങളെ കുറിച്ച് ലഘു ഉപന്യാസം തയ്യാറാക്കുക എന്നാണ് പറയുന്നത്. ഒരു എ പാർട്ട്. അതിന്റെ ബി പാർട്ട് പൊലിമ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് അവിടെ പരീക്ഷാ ചോദ്യം ആയതുകൊണ്ടാണ് 2 A B എന്നുള്ളത്. പൊലിമ എന്ന് പറഞ്ഞാൽ സമൃദ്ധിയാണ് അല്ലെ, പൊലിമ സമൃദ്ധിയാണ്. അപ്പോൾ കാർഷിക രംഗത്ത് വന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മളോട് ഉപന്യാസം തയ്യാറാക്കാൻ പറയുന്നുണ്ട്. ആ ഉപന്യാസം എങ്ങനെയാ എഴുതേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. തുടക്കം എന്താണ്? നിങ്ങൾ നല്ലൊരു പേര് കൊടുക്കണം കേട്ടോ. അത് നിങ്ങൾ കമന്റ് ചെയ്യണം, നിങ്ങൾ എന്താണ് ഇതിന് പേര് കൊടുക്കുന്നത് എന്ന്. കാർഷിക രീതി, പണ്ടത്തെ കാർഷിക രീതി, ഇന്ന് മാറി മറിഞ്ഞ ആ ഒരു രീതി. കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറുകയാണ് അല്ലെ. ഒന്ന് ശ്രദ്ധിക്കാം. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന ഒരു സംസ്കാരമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. നിലമൊരുക്കുന്നതും വിത്ത് വിതയ്ക്കുന്നതും കള പറിക്കുന്നതും കൊയ്യുന്നതും എല്ലാം ആഹ്ലാദത്തിന്റെയും പ്രതീക്ഷയുടെയും അനുഭവമായിട്ടാണ് അക്കാലത്ത് ആര് കണ്ടത്? മനുഷ്യർ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് വയലുകളും തോപ്പുകളും മലകളും ഒന്നുമില്ല. ഇന്ന് വയലുകളും തോപ്പുകളും മലകളും ഒന്നുമില്ല. അധ്വാനിക്കാൻ മടിയുള്ള കേരളീയർ അരിക്കും പച്ചക്കറിക്കുമൊക്കെ എവിടെയാണ് ആശ്രയിക്കുന്നത്? അന്യ സംസ്ഥാനത്തെയാണ് ആശ്രയിക്കുന്നത് അല്ലെ. കൃഷിക്കും അല്ലെ കർഷകർക്കും അർഹിക്കുന്ന പ്രാധാന്യം ഇന്ന് സമൂഹം നൽകുന്നില്ല. കൃഷിക്കും കർഷകർക്കും ഒന്നും അർഹിക്കുന്ന ഒരു പ്രാധാന്യം എന്താണ് ഇന്നത്തെ സമൂഹം നൽകുന്നില്ല. കൃഷിയും കർഷകരും ഉണ്ടെങ്കിലേ മനുഷ്യ സമൂഹത്തിന് നിലനിൽപ്പുള്ളൂ എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുന്നില്ല. നെൽകൃഷി ഇല്ലാത്തതിനാൽ ഇക്കാലത്ത് നെല്ല് സംഭരിച്ചു വെക്കേണ്ട ആവശ്യവും ഇല്ല. അതിനാൽ പത്തായങ്ങളും ഇല്ലാതായി. കുന്നുകളിൽ മണ്ണിട്ട് വയലുകൾ നികത്തുന്നത് കൊണ്ട് വയലുകളും ഇന്ന് ഇല്ലാതായി. കാലം മാറുമ്പോൾ കോലവും മാറുമെന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരും കൃഷിയെ ഗൗരവമായി കാണേണ്ടതുണ്ട്, എടുക്കേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ ചെറുതെങ്കിലും ഒരു കുഞ്ഞു തോട്ടമെങ്കിലും നമ്മൾ നിലനിർത്തേണ്ടതുണ്ട് എന്ന ചിന്ത ഓരോരുത്തരുടെയും ഉള്ളിൽ നിലകൊള്ളേണ്ടതുണ്ട് അല്ലെ. ഇതിനിപ്പോ ഒരു പ്രസംഗ ചോദിച്ചതെന്ന് വെച്ചാല് നിങ്ങൾക്കിത് പറയാം, എന്നിട്ട് നന്ദി നമസ്കാരം പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതി കേട്ടോ. പ്രസംഗം വന്നാലും ഉപന്യാസം വന്നാലും ഒക്കെ എഴുതാൻ പറ്റിയ ഒരു പാറ്റേണിലാണ് ടീച്ചർ ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോ അന്നത്തെ കൃഷി, ഇന്ന് മാറിയ കൃഷി രീതി അല്ലെ, നമ്മുടെ കാലം മാറുന്നതിനനുസരിച്ച് മാറിയ കോലത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഉപന്യാസത്തിന് നിങ്ങൾ എന്ത് വാങ്ങണം? A ഗ്രേഡ് വാങ്ങണം. ഉപന്യാസം എന്ന് പറഞ്ഞാലോ ലഘു ഉപന്യാസം എന്ന് പറഞ്ഞാലും ഒക്കെ കൂടുതലും കുറച്ചുമായിട്ട് മക്കള് എഴുതാൻ പഠിക്കുക. അപ്പോ ടീച്ചറെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലേക്കൊക്കെ എല്ലാവരെയും വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്റെ കൃത്യമായിട്ടും ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ഫുൾ മാർക്ക് A ഗ്രേഡ് ധൈര്യത്തോടെ പരീക്ഷ എഴുതി A ഗ്രേഡ് വാങ്ങാൻ എന്റെ മക്കൾക്ക് എല്ലാവർക്കും കഴിയും. അപ്പോൾ ടീച്ചറെ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അതുവരേക്കും ബൈ.